അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം നമ്മുടെ ദർസിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ചില കാരണങ്ങളാൽ, യാത്രകളും തിരക്കുകളും കാരണം നമ്മുടെ ദർസ് താമസിച്ചു പോയി. ഇൻഷാ അല്ലാഹ് നാം നമ്മുടെ ക്ലാസിൻ്റെ പൂർത്തീകരണമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രചിച്ച അൽ ജാമിഉ ലി ഇബാദത്തില്ലാഹി വഹ്ദഹ് എന്ന റിസാലയുടെ വിശദീകരണ ക്ലാസ്സുകളാണിത്. നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് 6ാമത്തെ ക്ലാസ്സിലാണ്. അതായത്, എന്താണ് ഇബാദത്ത്, ഇബാദത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇബാദത്തിൻ്റെ മാനദണ്ഡം, വ്യത്യസ്ത ഇനങ്ങൾ, അവയുടെ തെളിവുകളൊക്കെ വിശദീകരിക്കുന്ന ഒരു കൃതിയാണ് അൽ ജാമിഉ ലി ഇബാദത്തില്ലാഹി വഹ്ദഹ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇസ്തിആനത്ത്, ഇസ്തിഗാസ, സഹായതേട്ടത്തിൻ്റെ ഉദ്ദേശവും അർത്ഥവും, അത് എപ്പോഴാണ് ശിർക്കാകുക, ശിർക്കാകാതിരിക്കുക, അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളും അവയുടെ തെളിവുകളൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾക്ക് വെച്ചുകൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും നാം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നാം ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 6ാമത്തെ ദർസാണല്ലോ. അതായത്, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് അറവും നേർച്ചയും. അറബിയിൽ പറയുകയാണെങ്കിൽ അദ്ദബ്ഹു വന്നദ്ർ. അറവും നദ്റും ഒക്കെ ഇബാദത്തുകളാണ്, അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അവയെ സംബന്ധിച്ചാണ് ഇവിടെ നാം വിശദീകരിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വദലീലു ദബ്ഹി ഖൗലുഹു തആല ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതായത്, ദബ്ഹ് എന്ന ഇബാദത്തിൻ്റെ ദലീൽ, തെളിവെന്താണ്? അള്ളാഹുവിൻ്റെ ഈ ശുദ്ധവചനമാണ്. ഖുൽ ഇന്ന സ്വലാത്തി, താങ്കൾ പറയുക, നിശ്ചയമായും എൻ്റെ നമസ്കാരവും എൻ്റെ അറവും എൻ്റെ ജീവിതവും മരണവുമൊക്കെ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രം. വദലീലു നദ്രി ഖൗലുഹു തആല യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. എന്താണ് നേർച്ച എന്ന ഇബാദത്തിൻ്റെ തെളിവെന്താണ്? അള്ളാഹുവിൻ്റെ ഈ വചനമാണ്. യൂഫൂന ബിന്നദ്രി, അതായത് സത്യവിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങൾ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിൻ്റെ ആരംഭത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവയിൽപ്പെട്ടതാണ് യൂഫൂന ബിന്നദ്രി, നേർച്ച നിറവേറ്റുന്ന വിഭാഗമാണ് ഈ വിശ്വാസികൾ. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, ആപത്ത് പടർന്നു പിടിക്കുന്ന ആ ദിനത്തെ ഭയക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അപ്പോൾ എന്താണ് അറവ്? അറവ് എന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ എന്താ അതിൻ്റെ വിധി എന്നൊക്കെയാണ് നാം ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അറുക്കുക എന്നത്, ദബ്ഹ് എന്ന ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നത് ഷിർക്കാകുന്നു. അതിനുള്ള തെളിവാണ് ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത്. അതായത്, നമസ്കാരവും അറവുമൊക്കെ അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ തഫ്സീറിൽ പറഞ്ഞു, ഈ ആയത്തിന് തഫ്സീർ നൽകിക്കൊണ്ട് പറഞ്ഞു, യഅ്മുറുഹു തആല അൻ യുഖ്ബിറൽ മുശ്രികീന അല്ലദീന യഅ്ബുദൂന ഗൈറല്ലാഹി വയദ്ബഹൂന ലിഗൈരി ഇസ്മിഹി അന്നഹു മുഖാലിഫുൻ ലഹും ഫീ ദാലിക്. അതായത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് നിർദ്ദേശിച്ചു, മുശ്രിക്കുകളെ, ബഹുദൈവ വിശ്വാസികളെ അറിയിക്കുവാൻ വേണ്ടി, അവരോട് പറയുവാൻ വേണ്ടി,
ആരാണ് ഈ മുശ്രിക്കീങ്ങൾ? അല്ലദീന യഅ്ബുദൂന ഗൈറല്ലാഹി വയദ്ബഹൂന ലിഗൈരി ഇസ്മിഹി, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കുകയും ചെയ്യുന്ന ബഹുദൈവവിശ്വാസികളെ അറിയിച്ചു കൊള്ളുക. അന്നഹു മുഖാലിഫുൻ ലഹും ഫീ ദാലിക്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എതിരായി നിൽക്കുന്നു. ഫഇന്ന സ്വലാത്തഹു ലില്ലാഹ് വനുസുകഹു അലാ ഇസ്മിഹി വഹ്ദഹു ലാ ശരീക ലഹ്, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമസ്കാരം അള്ളാഹുവിന് മാത്രമാണ്. അതേപോലെ അവിടുത്തെ അറവും അള്ളാഹുവിൻ്റെ നാമത്താൽ മാത്രമാണ്. യാതൊരു പങ്കാളിയും അള്ളാഹുവിന് നിശ്ചയിക്കാതെ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം. വഹാദ ഇബ്നു കസീർ പറയുന്നു, വഹാദ കഖൗലിഹി തആല ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്ത് പോലെയാണ് ഈ ആയത്തും. മഹാനായ ഇമാം ഇബ്നു കസീറിൻ്റെ ഒരു പ്രത്യേകതയാണ് തഫ്സീറിൽ, അതായത് ഖുർആനിനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കുക. ഒരു ഖുർആനിക ആയത്തെ വിശദീകരിക്കുമ്പോൾ, തഫ്സീർ ചെയ്യുമ്പോൾ അതിനോട് തുല്യപ്പെട്ട സാദൃശ്യമുള്ള മറ്റു ഖുർആനിക വചനങ്ങൾ എടുത്തുദ്ധരിക്കുന്നത് ഇബ്നു കസീറിൻ്റെ ഒരു ശൈലിയാണ്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഇമാം തബരിയേക്കാൾ ഇബ്നു കസീർ മുമ്പന്തിയിലാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്താണ്? താങ്കളുടെ റബ്ബിന് വേണ്ടി താങ്കൾ നമസ്കരിച്ചു കൊള്ളുക, റബ്ബിന് വേണ്ടി താങ്കൾ അറുത്തു കൊള്ളുക. ഇബ്നു കസീർ പറഞ്ഞു, ഐ അഖ്ലിസ് ലഹു സ്വലാതക വദബീഹതക, അതായത് താങ്കളുടെ നമസ്കാരവും മറവുമൊക്കെ അള്ളാഹുവിന് മാത്രം ഇഖ്ലാസോട് കൂടി താങ്കൾ നിർവഹിച്ചു കൊള്ളുക. ഫഇന്നൽ മുശ്രികീന കാനു യഅ്ബുദുന അസ്നാമ വയദ്ബഹൂന ലഹാ, കാരണം മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമസ്കാരം പോലെ ഒരു ഇബാദത്താണ് അറവും. ഈ അറവ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാകുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, അതായത് മരിച്ചുപോയ മഹത്തുക്കൾക്ക് വേണ്ടി വല്ലവനും അറുത്തു കഴിഞ്ഞാൽ, അതായത് അവരുടെ ശഫാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ രോഗം ശമിപ്പിക്കും, രോഗത്തിന് ശിഫ നൽകും, അതേപോലെ സന്താനം ഔലിയാക്കൾ നൽകും എന്ന കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഔലിയാക്കൾക്ക് വേണ്ടി വല്ലവനും അറുത്തു കഴിഞ്ഞാൽ ആ ഒരു അറവ് ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്നാൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടിയാണ് അറക്കുന്നത്, അറവ് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. പക്ഷേ മഹത്തുക്കളുടെ ജാറങ്ങളുടെ അരികിൽ വെച്ച് അറുത്തു കഴിഞ്ഞാൽ അത് ഖൈറാണ്, കൂടുതൽ അഫ്ദലാണ്, ബറക്കത്തുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറുത്താലോ അത് ബിദ്അത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾ കാണുന്നത് മഹാനായ സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലായുടെ മജ്മൂഉ ഫതാവ വ മഖാലാത്ത് മുതനവ്വിഅ, ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ഫത്വകളുടെ സമാഹാരമാണിത്. ഇതിലെ 28ാമത്തെ വാള്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ചോദ്യം ചോദിക്കപ്പെടുകയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ. ഷെയ്ഖ് ഇബ്നു ബാസ് ചോദിക്കപ്പെട്ടത്, അതായത് ഔലിയാക്കളുടെ മഹാന്മാരുടെ ജാറങ്ങളുടെ അരികിൽ വെച്ച് അറുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഉത്തരം പറഞ്ഞത്, ഇദാ കാന ദാബിഹു ദബഹ ലി സാഹിബിൽ ഖബ്രി ഫഹാദാ ശിർക്കുൻ അക്ബർ, അതായത് ഖബറാളിക്ക് വേണ്ടിയാണോ ഈ അറുക്കുന്ന ആൾ അറുത്തത്, അങ്ങനെയാണെങ്കിൽ അത് ഷിർക്ക് അക്ബറാണ് എന്ന് പറഞ്ഞാൽ മില്ലത്തിൽ നിന്ന്, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഷിർക്കാണത്. അപ്പോൾ മരിച്ചുപോയ മഹത്തുക്കളുടെ പേരിൽ അറക്കുക, അവരിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ നമുക്ക് പല കാര്യങ്ങളും നിർവഹിച്ചു തരും. ഇങ്ങനെ അറുത്തു കഴിഞ്ഞാൽ നമ്മുടെ രോഗത്തിന് ശമനം നൽകും, സന്താനമില്ലാത്തവർക്ക് സന്താനം നൽകും, കടബാധ്യതകൾ അവർ നിറവേറ്റിത്തരും. അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അറുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഷിർക്ക് അക്ബറാണ്. ഷെയ്ഖ് പറയുന്നു, ഫഇന്ന ദബ്ഹ ഇബാദത്തുൻ, അതായത് അറവ് എന്നത് ശരിക്കും ഒരു ഇബാദത്താണ്. വൽ ഇബാദത്തു ഹഖ്ഖു മിൻ ഹുഖൂഖില്ലാഹിൽ ഖാസതി ബിഹി, അതായത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാത്രം അവകാശമാണ്, അള്ളാഹ്ക്ക് മാത്രം
സമർപ്പിക്കപ്പെടേണ്ട അള്ളാഹുവിൻ്റെ ഹക്കാണിത്. വമൻ സറഫ ഷൈഅൻ മിമ്മ യസ്തഹിഖുഹു അല്ലാഹു ഇലാ ഗൈരിഹി ഫഹുവ മുശ്രിക്കുൻ കാഫിർ. അപ്പം അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കും കാഫിറുമാണ്. ഇതാണ് ഇബാദത്തിൻ്റെ മാനദണ്ഡം. നാം കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് വിശദീകരിച്ചതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികൾക്ക് സമർപ്പിക്കുക. അതാണ് വമൻ സറഫ ഷൈഅൻ മിമ്മ യസ്തഹിഖുഹു അല്ലാഹു ഇലാ ഗൈരിഹി ഫഹുവ മുശ്രിക്കുൻ വകാഫിർ. ഫഹുവ മുശ്രിക്കുൻ കാഫിർ എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ നാം നേരത്തെ ഉദ്ധരിച്ച ആയത്താണ് തെളിവായി പറയുന്നത്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഇതിൻ്റെ വേറൊരു വശം പറയുന്നുണ്ട്. വഇദാ കാന ദബ്ഹു ലില്ലാഹി ഇൻദ ഹാദൽ ഖബ്രി ഫലാ യജൂസ്. എന്നാൽ ദബ്ഹ് അറവ് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ ഖബ്റിൻ്റെ അരികിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്, കൂടുതൽ അഫ്ദലാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരാൾ മഹാന്മാരുടെ ഖബ്റിൻ്റെ അരികിൽ വെച്ച് അറുത്ത് കഴിഞ്ഞാലോ ഫലാ യജൂസ്, അത് പാടില്ലാത്തതാണ്. ലിഅന്നഹു ബിദ്അത്തുൻ, കാരണം അത് ബിദ്അത്താകുന്നു. വമിൻ വസാഇലി ശിർക്ക്, ശിർക്കിലേക്കുള്ള വസീലയാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ വിശദീകരണമുണ്ട്. ആ വിശദീകരണം നാം അതിൻ്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് അറിയേണ്ടതാണ്. അതല്ലാതെ നിരുപാധികം എല്ലാ നിലക്കുമുള്ള അറവും ഷിർക്കല്ല. ഷിർക്കായതുമുണ്ട്, ഷിർക്ക് അല്ലാത്തതുമുണ്ട് എന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ നാം കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ കാണുന്നത് അൽ അമീർ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസ്സനആനി റഹിമഹുല്ലാ രചിച്ച തത്ഹീറുൽ ഇഅ്തിഖാദ് അൻ അദ്റാനിൽ ഇൽഹാദ് എന്ന ഗ്രന്ഥമാണ്. തൗഹീദ് സംബന്ധമായ ഖബ്ർ അനാചാരങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തത്ഹീറുൽ ഇഅ്തിഖാദ്. ഇതിൽ 62-ാമത്തെ പേജിൽ അള്ളാഹു അല്ലാത്തവർക്ക് അർക്കുന്ന വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ഇമാം സനആനി പറഞ്ഞു, ഫഇൻ ഖാല ഇന്നമാ നഹർതു ലില്ലാഹ് വദകർതു ഇസ്മല്ലാഹി അലൈഹി. അതായത് ജാറങ്ങളിൽ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ വാദിക്കാറുള്ളത്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അറക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ലേ എന്ന് പറയാറുണ്ട്. ഫഖുൽ ലഹു ഇൻ കാന അൻ-നഹ്റു ലില്ലാഹ് ഫലിഅയ്യി ഷൈഇൻ ഖറബ്ത മാ തൻഹറുഹു മിൻ ബാബി മശ്ഹദി മൻ തുഫദ്ദിലുഹു വതഅതഖിദു ഫീഹി ഹൽ അറദ്ത ബിദാലിക തഅദീമ. ഇമാം സനആനി പറയുകയാണ്, അതായത് അള്ളാഹുവിന് വേണ്ടിയുള്ള അറവാണെങ്കിൽ താങ്കൾ ഈ അറുത്ത ഈ ബലി ഇത് എന്തുകൊണ്ടാണ് താങ്കൾ ഒരു ജാറത്തിൻ്റെ അരികിൽ വെച്ച് അറുക്കുകയും താങ്കൾ വിശ്വസിക്കുന്ന ഈ ഒരു മഹാൻ്റെ ജാറത്ത് വെച്ചാണല്ലോ താങ്കൾ അറക്കുന്നത്. അപ്പോൾ ആ ഒരു മഹാനെ, ആ ജാറത്തെ താങ്കൾ മഹത്വപ്പെടുത്തുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇൻ ഖാല നഅം ഫഖുൽ ലഹു ഹാദ അൻ-നഹ്റു ലിഗൈരില്ലാഹ്. താങ്കൾ, അയാൾ പറയുകയാണ് അങ്ങനെയാണ്, അതെ എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഈ അറവ് അള്ളാഹു അല്ലാത്തവർക്കുള്ള അറവാണ്. പേര്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞാലും മഹാന്മാരെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരുടെ പുണ്യം കിട്ടുവാനും അവരിൽ നിന്ന് സഹായങ്ങളും അതേപോലെ തന്നെ രോഗശമനവും സന്താനവും പോലെയുള്ള സംഗതികളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അറുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചാണ് ഖുബൂരികൾ എന്ന് പണ്ഡിതന്മാർ വിളിക്കാറുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചാണ് ഇവിടെ ഇമാം സനആനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അറവ് അള്ളാഹു അല്ലാത്തവർക്കുള്ള അറവാണെന്ന് ഇമാം സനആനി വിശദീകരിക്കുന്നു. ബൽ അശ്റക്ത മഅ അല്ലാഹി തആല ഗൈറഹു. അപ്പോൾ അള്ളാഹുവിനോടൊപ്പം, അതായത് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് താങ്കൾ ഷിർക്ക് ചെയ്തു എന്നാണ്.
وإن لم ترد تعظيمه فهل أردت توسيخ باب المشهد وتنجيس الداخلين إليه. ഇമാം സനആനി ചോദിക്കുകയാണ്, ഇനി താങ്കൾ മഹത്വപ്പെടുത്താതെ അദ്ദേഹത്തെ തഅദീം ചെയ്യാതെ, അതായത് താങ്കൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറും അറവാണെങ്കിൽ എന്തിനാണ് പിന്നെ ഇവിടെ ജാറത്തിൻ്റെ ആ ഒരു ബാബിൽ വെച്ച് താങ്കൾ അവിടെ അശുദ്ധി വരുത്തുന്നത്, അല്ലെങ്കിൽ അവിടെ വൃത്തിയേടാക്കുന്നത്? أنت تعلم يقينا أنك ما أردت ذلك أصلا ولا أردت إلا الأول ولا خرجت من بيتك إلا قصدا له ثم كذلك دعاؤهم له. അതായത് താങ്കൾക്ക് ഉറപ്പായിട്ടും അറിയാമല്ലോ, അതായത് ആദ്യം പറഞ്ഞ കാര്യമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതായത് മഹാന്മാരുടെ പൊരുത്തവും മഹാന്മാരുടെ ബറക്കത്തും കാര്യങ്ങളൊക്കെ കിട്ടുവാൻ വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ അർത്ഥത്, അതല്ലാതെ അള്ളാഹുവിന് വേണ്ടി അറക്കുക എന്ന മാത്രം ഉദ്ദേശമല്ലല്ലോ. ഫഹാദല്ലദീ അലൈഹി ഹഉലാഇ ശിർക്കുൻ ബിലാ റൈബിൻ. അതായത് സംശയമില്ലാതെ തന്നെ ഈ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഷിർക്കാണ് എന്നാണ് ഇമാം സനആനി റഹ്മഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്ക് ഔലിയാക്കളുടെ പേരും പറഞ്ഞ് ജാറങ്ങളിൽ ചെയ്യപ്പെടുന്ന പല സംഗതികളും, അത് ഇസ്തിഗാസയാകട്ടെ, നേർച്ചയാകട്ടെ, അറവാകട്ടെ, അതൊക്കെ ഷിർക്കാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണ്, ഒരു പ്രധാനപ്പെട്ട ഉദ്ധരണിയാണ് നാം ഇവിടെ വിശദീകരിച്ചത്. അടുത്ത വിഷയമാണ് നദ്ർ. അറവ് ഇബാദത്തായതുപോലെ തന്നെ നേർച്ചയും ഇബാദത്താണ്. എന്താണ് നദ്ർ, നേർച്ച എന്ന് പറഞ്ഞാൽ? ഇൽസാമുൽ മുക്കല്ലഫി നഫ്സഹു ലില്ലാഹി ഷൈഅൻ ഗൈറ വാജിബ്. ഒരു മുക്കല്ലഫായ ഒരു മനുഷ്യൻ താൻ സ്വയം നിർബന്ധമല്ലാത്തൊരു കാര്യം സ്വയം നിർബന്ധമാക്കിക്കൊണ്ട് നേർച്ച നേരുന്നതിനാണ് നദ്ർ എന്ന് പറയുക. ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഞാൻ 10 ദിവസം നോമ്പെടുക്കുന്നു എന്ന് സ്വയം നിർബന്ധമാക്കിക്കൊണ്ട് നേർച്ച നേരുക. ഇങ്ങനെ നേർച്ച നേർന്നാൽ അപ്രകാരം നിർബന്ധമായും നിറവേറ്റേണ്ടതുണ്ട്. അങ്ങനെ നിറവേറ്റിക്കഴിഞ്ഞാൽ അത് പുണ്യകരമാണ്. അപ്പോൾ നേർച്ച നേരുന്നത് ശരിക്ക് അതിൻ്റെ ഹുക്മുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വിലക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ വെറുക്കപ്പെട്ടതാണോ, അത് ഹറാമാണോ എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പറയുന്നു നേർച്ച എന്നത് കറാഹത്താണ്, മക്രൂഹായൊരു കാര്യമാണ്. ചില പണ്ഡിതന്മാർ ഹറാമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. പക്ഷേ നേർച്ച പ്രകാരം നിറവേറ്റുന്നത് പുണ്യകരമാണ്. യൂഫൂന ബിൻ നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ നേർച്ച നിറവേറ്റുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് പുണ്യകരമായ കാര്യമാണ്. അപ്പോൾ നേർച്ച കൊണ്ട് ഒരു ഖൈറുമില്ല. അന്നദ്റു ലാ യഅതി ബി ഖൈർ. ഒരു ഖൈറും നേർച്ച കൊണ്ട് ഉണ്ടാകില്ല എന്നതിൻ്റെ വെളിച്ചത്തിലാണ് പണ്ഡിതന്മാർ നേർച്ച കറാഹത്താണെന്ന് പറഞ്ഞത്. എന്നാൽ വിലക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ നിബന്ധനയുമായി ബന്ധപ്പെട്ട അന്നദ്റുൽ മുഅല്ലഖാണ്. അതായത് നാം ഒരു ഷർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ അസുഖം ഭേദപ്പെടുത്തിയാൽ, എൻ്റെ അസുഖം മാറ്റിത്തന്നാൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി 10 ദിവസം നോമ്പെടുക്കും, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകും. ഇങ്ങനൊരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ അന്നദ്റുൽ മുഅല്ലഖാണ് വിലക്കപ്പെട്ടത്. അതല്ലാതെ നദ്റു താഅ, അതായത് ഒരു നിബന്ധനയും ഒരു ഷർത്തും വെക്കാതെ അള്ളാഹുവിന് വേണ്ടി ഞാൻ 10 ദിവസം നോമ്പെടുക്കുന്നു എന്ന ഈ നദ്ർ അത് മുസ്തഹബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. മാലിക്കി മദ്ഹബിൽ അപ്രകാരമാണുള്ളത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാം ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ വിഷയം എന്താണ്? അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നാൽ എന്താണ് അതിൻ്റെ ഹുക്മ്? അതാണ് നമ്മുടെ വിഷയം. കാരണം നമ്മുടെ വിഷയം എന്താണ്? ഫിഖ് അല്ല, തൗഹീദാണ്, അഖീദയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത്
ഹനഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ അല്ലാമ ഖൈറുദ്ദീൻ റംലി, ഖൈറുദ്ദീൻ റംലിയുടെ പ്രസിദ്ധമായ ഫതാവയാണ് അൽ ഫതാവൽ ഖൈരിയ. ഇതിൽ ധാരാളം ജനങ്ങൾ മരിച്ചുപോയ മഹാന്മാർക്ക് വേണ്ടി നേരുന്ന നേർച്ചകൾ സംബന്ധിച്ചാണ് ചർച്ച. മുമ്പ് നാം ഇങ്ങനെയുള്ള ഒരു ഫത്വ ഇമാം ഇബ്നു നുജൈമുൽ മിസ്രിയുടെ അൽ ബഹ്റുർ റായിഖ് എന്ന കിതാബിൽ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാമ ഖൈറുദ്ദീൻ റംലി പറയുന്നു, വഫീ ശർഹി ദുറരി, ഇത് നിങ്ങൾ കാണുന്നത് അൽ ഫതാവൽ ഖൈരിയാണ്. ഫതാവൽ ഖൈരിയയുടെ 1-ാം ഭാഗം 56-ാമത്തെ പേജാണ്. അതിൽ പറയുന്നുണ്ട്, അല്ലാമ റംലി ഉദ്ധരിക്കുകയാണ്, വഫീ ശർഹി ദുറരി ലിൽ അല്ലാമത്തി ഖാസിം, വഫീ ശർഹി ദുറർ, അതായത് അൽ ഖാസിം ഇബ്നു ഖുത്ലൂബുഗ എന്ന പ്രസിദ്ധനായ ഹനഫി പണ്ഡിതന്റെ ഗ്രന്ഥമാണ് ശർഹു ദുറർ. അതിലെ അല്ലാമ ഖാസിം പറഞ്ഞു, വഅമ്മൻ നദ്റുല്ലദീ യൻദിറൂനഹു അക്സറുൽ അവാം കഅൻ യഖൂല യാ സയ്യിദി ഫുലാൻ യഅനി ബിഹി വലിയ്യൻ മിനൽ ഔലിയാഇ ഔ നബിയ്യൻ മിനൽ അംബിയാഇ ഇൻ റുദ്ദ ഗായിബി ഔ ഊഫിയ മരീദി. അല്ലാമ ഖാസിം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ശർഹുദ്ദുറർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, അതായത് ധാരാളം അധിക പേരും അധിക ജനങ്ങളും നേരുന്ന നേർച്ച, അതായത് മരിച്ചുപോയ മഹാനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് അവർ നേരുന്ന നേർച്ചയാണ്. എന്താണ് അതിൻ്റെ രൂപം? അതായത് എനിക്ക് നഷ്ടപ്പെട്ട വല്ലതും എനിക്ക് തിരിച്ചു വരികയോ, അല്ലെങ്കിൽ രോഗിക്ക് ശമനം കിട്ടുകയോ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം, എൻ്റെ ഒരു ഹാജത്ത് നിറവേറ്റപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ താങ്കൾക്ക് ഫലക മിന ദഹബി ഔൽ ഫിദ്ദതി ഔ ത്വആമി ഔ ശറാബി ഔ സൈതി കദാ, താങ്കൾക്ക് താങ്കളുടെ ജാറത്തിന് ഇത്ര സ്വർണം, ഇത്ര വെള്ളി, അല്ലെങ്കിൽ ഭക്ഷണം, പാനീയം, അല്ലെങ്കിൽ എണ്ണ, ഫഹാദ ബാത്തിലുൻ ബിൽ ഇജ്മാ, ഇങ്ങനെയുള്ള നേർച്ച ഇജ്മാ പ്രകാരം ബാത്തിലാകുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ മുസ്ലിമീങ്ങൾക്കൊരിക്കലും ശിർക്ക് സംഭവിക്കില്ല. മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നവരാണ്. അതുകൊണ്ട് അവരുടെ നേർച്ച, അവരുടെ ഇസ്തിഗാസയൊന്നും ഒരിക്കലും ശിർക്കല്ല എന്നല്ല പണ്ഡിതന്മാർ ഫിഖിൻ്റെ കിതാബുകളിലും മറ്റുമൊക്കെ വിശദീകരിക്കുന്നത്. മറിച്ച് ഇപ്രകാരമുള്ള നേർച്ച ഇജ്മാ പ്രകാരം, പണ്ഡിതന്മാരുടെ ഏകണ്ഠേനമായ അഭിപ്രായ പ്രകാരം ബാത്തിലാകുന്നു, നിഷ്ഫലമാണ്. ലിഅന്നഹു നദ്റുൻ ലി മഖ്ലൂഖിൻ. ശ്രദ്ധിക്കണം, എന്താ കാരണം? ഈ അധിക പേരും, അക്സറുൽ അവാം, അധിക പേരും, അതായത് അധിക മുസ്ലിമീങ്ങളും ജാറങ്ങളിൽ വെച്ച് നിർവഹിക്കുന്ന ഈ നേർച്ച അത് മഖ്ലൂഖിന് വേണ്ടിയുള്ള നേർച്ചയാകുന്നു. അതായത് ആ മരിച്ചു പോയ ആ മഹാന് വേണ്ടി നേർച്ചയാണ്. വഹുവ ലാ യജൂസ്, അത് പാടില്ലാത്തതാകുന്നു. ലിഅന്നഹു ഐ അൻ-നദ്റ ഇബാദത്തുൻ. എന്താ കാരണം? ഈ പറഞ്ഞ നേർച്ച ഇബാദത്താകുന്നു. ഫലാ തകൂനു ലി മഖ്ലൂഖിൻ, അതൊരിക്കലും മഖ്ലൂഖിന് നാം നേരാൻ പാടില്ല, സമർപ്പിക്കാൻ പാടില്ല. അപ്പോൾ നേർച്ച ഇബാദത്താകുന്നു, ഒരു മഖ്ലൂഖിനും ഒരു സൃഷ്ടിക്കും അത് സമർപ്പിക്കാൻ പാടില്ല. മാത്രമല്ല അല്ലാമ ഖൈറുദ്ദീൻ റംലി പറയുന്നു, വൽ മൻദൂർ ലഹു മയ്യിത്തുൻ, ആർക്കാണോ നേർച്ച നേർന്നത് അയാൾ മയ്യിത്താണ്, മരിച്ച ആളാണ്. വൽ മയ്യിത്തു ലാ യംലിക്, മയ്യിത്തിന് ഒരു കഴിവുമില്ല എന്ന്. അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ സമസ്തക്കാരൊക്കെ പഠിപ്പിക്കുന്നത്? മരിച്ചുപോയ മഹാന്മാരുടെ പവർ ഇരട്ടിക്കും അത്രേ. അവർക്ക് എത്രയോ കഴിവുകളുണ്ട്, അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും അവർ രോഗങ്ങൾക്ക് ശമനം നൽകും, അതേപോലെ കടം വീട്ടും, അതേപോലെ തന്നെ എല്ലാ സഹായങ്ങളും മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് മരിച്ചുപോയ മഹത്തുക്കളാണ് എന്നാണ് ഇവരുടെ ശിർക്കിയായ അഖീദ. അപ്പോൾ എന്താണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്? വൽ മൻദൂർ ലഹു മയ്യിത്തുൻ, അതായത് ഈ പറഞ്ഞ നേർച്ച ആർക്കാണ് നേർന്നത് അയാൾ മയ്യിത്താണ്,
ഈ മയ്യിത്തിനാണെങ്കിൽ ഒരു കഴിവുമില്ല. വഅന്നഹു ഇൻ ظن അന്ന الميت يتصرف في الامور കഫറ എന്ന് മാത്രമല്ല, ഈ മരിച്ച ആള് ഈ പ്രപഞ്ചത്തൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, നിയന്ത്രണമൊക്കെ അയാൾക്കുണ്ട് എന്ന് വല്ലവനും കരുതിയാൽ, വിശ്വസിച്ചാൽ അത് കുഫ്രാകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ വഹാബികൾ, പിഴച്ചവർ, പുത്തൻവാദികൾ. പക്ഷെ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു അന്യമതക്കാർ, ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ചെയ്യുന്ന പ്രവർത്തനമല്ല. മറിച്ച് മുസ്ലിമീങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ എത്രയോ ഇങ്ങനെയുള്ള സൂഫികളുടെ കെണിയിൽ കുടുങ്ങിയ ആൾക്കാർ ജാറങ്ങളിൽ വെച്ച് ചെയ്യുന്ന ബിദ്അത്തുകളെ സംബന്ധിച്ച്, ഷിർക്ക് സംബന്ധിച്ചാണ് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഏതായാലും ഇങ്ങനെയുള്ള ഉദ്ധരണികൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അപ്പോൾ നേർച്ച എന്നത് ശരിക്കും ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണ് എന്നാണ് ഇതിൽ നമുക്ക് ബോധ്യമാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇസ്ലാമിക അഖീദ, വിശുദ്ധ തൗഹീദ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതോചിതമായി ആഴത്തിൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അപ്രകാരം അമൽ ചെയ്യുവാനും ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യുവാനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാഫിയായ ഇൽമ് പഠിക്കുവാനും അമൽ ചെയ്യുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.